സുഗുണ, നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ ഇവരെ? ഞാനെന്നെല്ലാരും പറഞ്ഞാലും ഇവര് കേൾക്കാൻ പോലുള്ള കാര്യം ചിറ്റപ്പ. അതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഈ ബൈക്കാണോ ബിച്ചുവിന്റെ ബൈക്കാണോ സ്പീഡ് കൂടുതലെന്ന് ഇന്നൊരു തീരുമാനത്തിലെത്തണം. അതിനെന്തോ ഇത്ര സംശയം? ഇത് ഹയബുസ. നീ പീറ്റർ പാർക്കിലായാലും കൊള്ളാം, ഏത് പാർക്കിലായാലും കൊള്ളാം, ഈ ബൈക്കിൽ തുറക്കാൻ നിനക്ക് പറ്റില്ല. അതേതാ വേറെ ഹയബുസ? സുജാതാന്റി കുഞ്ഞാ വേണമെന്ന് തോന്നുന്നത്. പതിവ് പോലെ ഡയറി മിൽക്ക് 5 സ്റ്റാർ ഉണ്ടല്ലോ, ഇന്നൊരു കലക്കും. ഹായ് ബിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷം? കുഞ്ഞാവ വന്നില്ലേ? ചോക്ലേറ്റ് കൊണ്ടല്ലേ വരവ്? ഇവിടെ ഉണ്ടായിരുന്നോ കുറുമ്പത്തി? പിന്നല്ലാതെ. നിങ്ങളെന്താ ബൈക്കൊക്കെ ആയിട്ട് എവിടെ പോവാ? ഓ, വന്നപ്പോഴേക്ക് കേക്കുകാര് ബഹളം തുടങ്ങിയല്ലോ. നീ വെയിറ്റ് ചെയ്യ്, ഞാനേ ഒരു സ്ഥലം വരെ പോയിട്ട് ഇപ്പൊ വരാം. ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ട് പോവാം. ഡയറി മിൽക്കും 5 സ്റ്റാർ ഒക്കെ ഉണ്ട്. ഓ, അതൊക്കെ ശരി, പക്ഷെ എനിക്ക് സമയമില്ലാന്നേ. ഞാനൊരു സ്ഥലം വരെ പോവാ. മോനെ ബിച്ചു, മാമൻ എന്നോട് പിന്നെയും പറയുക, ഈ ബൈക്ക് എടുത്ത് പോകണ്ട, ഇതിന് ഭയങ്കര സ്പീഡാ, നീ വെറുതെ വീഴും. അതൊന്നും സാരില്ലത്, ഞാൻ പോയിട്ട് വരാം. ടാറ്റാ. കിട്ടി, എല്ലാരും അവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പൊ വരാം. ഇവനോട് പറഞ്ഞാ കേക്കില്ല. മാമ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അവൻ ചിലപ്പോ അതും കൊണ്ട് മറിഞ്ഞു കെട്ടി വീഴും. ഓ, ഈ ബിച്ചുവിന്റെ ഒരു കാര്യം. എടാ പാർക്ക്, നീ എന്റെ പുറകെ വെറുതെ വരണ്ട, നിനക്ക് എന്നെ കിട്ടില്ല, ഞാൻ ഭയങ്കര സ്പീഡിലാ. ആ, നോക്കാലോ. നീ എത്ര സ്പീഡിൽ പോയാലും ഞാൻ നിന്നെ പിടിക്കും. അപ്പോഴേക്കും പോയോ? കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞതല്ലേ നീ എന്റെ പുറകെ വരണ്ടെന്ന്. ഞാൻ ഒരു റൗണ്ട് കഴിഞ്ഞ് പിന്നെ നിന്നെ വെട്ടിക്കാൻ പോവാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഓ, അതല്ലടാ മണ്ട, ഇത് സൂപ്പർ ബൈക്കാ. നീ ഇത്ര സ്പീഡിൽ പോവാനായിട്ടില്ല. ഇതുപോലെ തലയും കുത്തി വീണാൽ നിന്റെ പൊടി പോലും ഉണ്ടാവില്ല. അതാ ഞാനും മാമനും പറയുന്നേ. നീ ഇതിങ്ങനെ സ്പീഡിൽ ഓടിക്കല്ലേ. ഓ, അത്രക്കായോ? ഈ ബിച്ചിനോടാണോ സ്പീഡിൽ ഓടിക്കല്ലേ എന്ന് പറയുന്നേ? ഇപ്പൊ കാണിച്ചു തരാം. ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കിട്ടാനുള്ളത് കിട്ടുമ്പോ അവൻ താനെ പഠിച്ചോളൂ. എടാ സുഗുണ, നീ ആ സൈക്കിൾ എടുത്ത് പോയൊന്ന് നോക്കിയേ. രണ്ടെണ്ണത്തിനെയും കാണുന്നില്ലല്ലോ, കൊറേ നേരമായല്ലോ പോയിട്ട്. ഞാൻ സൈക്കിൾ എടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല. ഹയാബുസ. അയ്യോ, ഞാൻ മരിച്ചില്ലേ? അയ്യോ, ഈ ഹയാബൂസ എന്നെ ചതിച്ചല്ലോ. ഇത് ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ലെന്ന് എന്നോട് ആരും പറഞ്ഞില്ലല്ലോ. ഇത് പൊക്കിയിട്ട് പൊന്തൊന്നുമില്ല. അതാരാ? ഇവ കണ്ട ആകെ മോശമാവുമല്ലോ. എന്തെങ്കിലും ആവട്ടെ, ഇതൊന്ന് പൊക്കാൻ സഹായിക്കാൻ പറയാം. എടാ മാർക്കറേ, ഞാൻ പെട്ടടാ. ഈ ബൈക്ക് പറഞ്ഞു, ഞാൻ കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. ഓ മൈ ഗോഡ്. എടാ ബിച്ചു, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, ഇത് സ്പീഡിൽ പോയാൽ ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, ഇനി പതുക്കെ പോ, വീട്ടിൽ എങ്ങനെയെങ്കിലും എത്തിക്ക്, എന്നിട്ട് നമുക്ക് ഇതിന്റെ ബ്രേക്ക് ഒക്കെ ശരിയാക്കാം. നീ ഞാൻ പറയുന്നത് കേക്ക്. ആ ശരി, ഇനി ഞാൻ നീ പറയുന്നതേ കേക്കൂ. കേട്ടാൽ നിനക്ക് കൊള്ളാം. ഞാൻ പോകുന്നു. പിന്നെ വണ്ടി വന്ന് വീഴുന്നതൊക്കെ സാധാരണമാ. ബിച്ചുനോടോ കളി ഞാൻ കാണിച്ചു തരണോ? നിന്നെ വെട്ടിക്കും, എല്ലാരെയും വെട്ടിക്കും, നോക്കിക്കോ. കേക്ക് പോയിപ്പോ ദോശയായോ? ഒരു കാര്യം ചെയ്യ്, ഈ ചോക്ലേറ്റ് വെച്ചവർക്ക് ദോശ ഉണ്ടാക്കി കൊടുക്ക്. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതന്നെ ഉണ്ടാക്കിക്കോ. ഈ ജോലി എപ്പോഴാ സ്വഭാവം മാറ്റിയെന്ന് ആർക്കും അറിയില്ല. കുറച്ച് കഴിയുമ്പോൾ കേക്ക് വേണമെന്ന് പറയും, പിന്നെ ചോക്ലേറ്റ് വേണമെന്ന് പറയും, പിന്നെ ദോശ വേണമെന്ന് പറയും. എല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാക്കി കൊടുക്കാം, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ആ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇവര് വന്നപ്പോഴേ എനിക്ക് തോന്നി ഇന്ന് ഇവിടെ മൊത്തം ദോശ ഇവള് നിന്ന് തീർക്കും. ഓ, ഒന്ന് അടങ്ങി എന്റെ കരുണ. ഇഷ്ടംപോലെ ദോശമാവുണ്ട്, ആർക്ക് എത്ര വേണമെങ്കിലും ദോശ ഞാൻ ഉണ്ടാക്കി തരാം. ഇനി ചോക്ലേറ്റ് വേണ്ടവർക്ക് ചോക്ലേറ്റ് ഇട്ട് തരാം, കേക്ക് വേണ്ടവർക്ക് അത് തരാം. പിന്നെ രണ്ടെണ്ണം ഇവിടെ നിന്ന് പോയിട്ടുണ്ടല്ലോ, ബൈക്ക് റേസിംഗ് എന്ന് പറഞ്ഞു. അവരിനി എപ്പോഴാണാവോ വരുന്നേ? അവർക്ക് ഇനി എന്താണാവോ വേണ്ടത്? നീ എന്താ അമ്പിയെ കാണിക്കുന്നേ? ഈ ചോക്ലേറ്റ് പൊളിച്ചിട്ട് എന്താ ചട്ടകത്തിന് പകരം ഉപയോഗിക്കാനാണോ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മനുഷ്യ.
ഇത് എന്റെ ഒരു വെറൈറ്റി ഐറ്റമാ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ വായ തുറന്നാ മതി, എല്ലാവർക്കും തരാം ഞാൻ. ഓ എനിക്കൊന്നും വേണ്ട. നിന്റെ സ്പെഷ്യൽ ഐറ്റങ്ങൾ തിന്ന എന്റെ വയറ് ഇതുപോലെ ആയത്. ആ വിച്ചുവിനെ എങ്ങാൻ കൊടുക്ക്. അവനാകുമ്പോ ഇത് കാണുമ്പോ ആക്രമണമാ. അറിഞ്ഞ പോലെ പിള്ളേരെ കാണുന്നില്ലല്ലോ, കുറെ നേരം ആയാലും പോയിട്ട്. അവനെ നോക്കാൻ പോയാലേ കാണുന്നില്ല. ആദ്യമായിട്ട് വരുന്നുണ്ട്. നിർത്ത്. ഇത് എങ്ങോട്ടായി ഓടിച്ചു കേറ്റുന്നേ? എന്താ പാർക്കറെ, പോയിട്ട് ബിച്ചുവിനെ കണ്ടില്ലേ? അവൻ നല്ല സ്പീഡിലാ പോവാറ്. ഓ, ബിച്ചുവിനെയൊക്കെ ഞാൻ കണ്ടു. അവനേക്കാൾ മുന്നിൽ ഞാൻ ഇവിടെ എത്തി. അവനെവിടെ? ഞാൻ വിചാരിച്ചു അവനിവിടെ എത്തിയിട്ടുണ്ടാവുന്നു. നീ ദോശ റെഡിയായി, എല്ലാവരും വാ. അല്ല ബിച്ചു എന്തേ? എന്റെ ചെറുക്കൻ എവിടെയാണാവോ? അവനെ കണ്ടില്ലേ നീ? കരിവര കയ്യാലെന്നെ വിരിച്ചതെന്തിനി ജിനബീഷ. ഇതാരാണ് ഒരു ബൈക്കുമക്കാണ് ഉറങ്ങാത്? നമ്മുടെ ബിച്ചല്ലേ? എടാ പയ്യ എനിക്ക് നടുരോട്ടിലാണ് കാരണം അങ്ങനത്. ഓനെന്തോ പറ്റിയിട്ടുണ്ടല്ലോ. എടാ മോനെ ബിച്ചു, ഈ എന്താണ് ഇവിടെ കിടന്ന് ഉറങ്ങണത്? ഓ കാതർക്കയോ? ഞാൻ ഉറങ്ങിയതല്ല. ഈ ബൈക്ക് ഓടിച്ച് എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല കാതർക്ക. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? എന്തു വെച്ച് മോനെ, നമ്മളും ഉണ്ടാക്കി തരാം. കാതർക്കാക്ക് ഈ ബൈക്ക് ഓടിക്കാൻ അറിയോ? നമ്മുടെ സ്കൂട്ടർ, വിമാനം വേണമെങ്കിൽ എയറോപ്ലെയിൻ വരെ ഓടിക്കും കേറുന്നു. അല്ല മോനെ, എന്റെ സ്വിച്ച് എവിടെയാണ്? അയ്യോ ഇജ്ജ് ബേക്കല്ലേ, നമ്മൾ ബേക്കല്ലേ പറഞ്ഞേന്. ബിച്ചു ഇജ്ജ് പുറകിൽ കിടന്ന് ഉറങ്ങിയേന്. നമ്മൾ നന്നായിട്ട് ഓടിച്ചിട്ട് പിടിച്ചിരുന്നോളിട്ടാ. വീടെത്തി ഇറങ്ങി പുല്ലേ. എടാ ഗോപ, അന്റെ മൈമോനെ വന്നൊന്ന് ഇറക്ക്. ഇജ്ജെന്താണ് ബോട്ടിലെ കുറിച്ച് നോക്കിക്കണത്? വന്ന് ഇറക്കണേ പനാ. ഓ പഹേനെ റോട്ടിക്കാൻ ഉറങ്ങിയ ഓന് ഉറക്കശീലമുണ്ട്. നിങ്ങൾ ഇവിടെ ദോശം ചൂട്ട് തിന്നിരുന്നോ? ഓൻ നന്നായിട്ട് ഉറങ്ങാൻ ഒരു കറക്ക് വെച്ചു കൊടുക്ക്. നമ്മള് പോട്ടെ വെച്ചു, നമുക്ക് ആടിനെ കറക്കാൻ സമയമായി. അതാണ്. അല്ല കാതർ പോവുകയാണോ? ഒരു ദോശ കഴിച്ചിട്ട് പോകാം. നല്ല ചോക്ലേറ്റ് ദോശയാ. എന്താണ് പറയണത്? നമുക്ക് ആടിനെ കറക്കണ്ടേ? അല്ലെങ്കിൽ 2 ദോശ ഇന്നത്തെ കൈ കറക്കാം. ചോക്ലേറ്റ് ദോശ നമ്മൾ ഇതുവരെ തിന്നിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഫുള്ള് ചോക്ലേറ്റ് അല്ലേ? എനിക്കിഷ്ടമല്ല. നീ എന്തായാലും കഴിച്ചു. ഇനി ഇഷ്ടണ്ടായിട്ട് കാര്യമില്ല, നമ്മളെ മൊത്തം തിന്നേക്കണേ. ഓക്കെ, സീ യു, ബൈ ബൈ. മോനെ ബിച്ചു, ഇനി ഡോട്ടിക്കാരൻ ഉറങ്ങുമ്പോ നമ്മളെ വിളിച്ചോളി. നമ്മള് വന്ന് ഇവിടെ കൊണ്ടാക്കിയേക്കാം കേട്ടോ. ശരി കാതർക്ക, ഉറപ്പായിട്ടും വിളിക്കാം. അയ്യോ മോനെ ചതിക്കല്ലേ, അവൻ ഈ ദോശയൊക്കെ തീർത്തു. ഇനി ഞാൻ ഈ കൊച്ചിന് എന്ത് കൊടുക്കും? അയ്യോ അവന്റെ ഒരു ബൈക്ക് റേസിംഗ്.